114 സങ്കീർത്തനം 1-2 വാക്യം. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവും ആയിത്തീർന്നു. ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കുറിക്കൊള്ളേണ്ടതായ ഒരു മഹത്തായ സന്ദേശം ഈ വചനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിൽ തൻ്റെ വാചകം കുറിക്കുകയാണ്. താൻ പറയുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അതുവരെയും ദൈവം അവരോട് നേരിട്ട് സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഭാഷ അവരുടെ നാവുകളിൽ വരുന്നില്ല. അന്യഭാഷയുള്ള ജാതികളുടെ ഭാഷയാണ് അവർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ ആ ദേശത്തു നിന്ന് വിടുതലായപ്പോൾ അവർ ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. മോശ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ ഇസ്രായേൽ ജനം ഒന്നടങ്കം സംസാരിച്ചു. നോക്കൂ, മോശയോട് അതിനു മുമ്പ് ദൈവം സംസാരിക്കുമ്പോൾ ആ ദൈവം മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ മോശയോട് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു. ഊഴിയവേലയുടെ കാഠിന്യം നിമിത്തം അവരുടെ നിലവിളി കരച്ചിലും ഒക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അവിടെ മോശയോട് ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എൻ്റെ ജനം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ താമസിച്ചിരുന്നത് മിസ്രയീമിലാകയാൽ, അല്ലായെങ്കിൽ അവർ സംസാരിക്കുന്നത് മിസ്രയീമ്യ ഭാഷയാകയാൽ ആ ഭാഷയിലും അവർ താമസിച്ചിരുന്ന സ്ഥലത്തും ദൈവം അവരോടുകൂടെ വസിച്ചില്ല. അവിടെ നിന്ന് ദൈവം ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നതിന് ശേഷം അപ്പോഴാണ് ദൈവം അവരോട് നേരിട്ട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ് അപ്പോഴാണ് അവർ കാണുന്നത്. അതുവരെയും അവർ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ജനമായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്ദേശം ഈ വചനത്തിൽ കൂടെ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നു. നാം ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അതാത് സമയത്ത് വേണ്ടതുപോലെ ദൈവത്തോട് നാം അറിയിക്കുന്നുണ്ട്. എങ്കിലും ദൈവം നമ്മോട് സംസാരിക്കാതെ, നമ്മോട് ഇടപെടാതെ, നമ്മളിൽ വസിക്കാതെ ദൈവം ദൂരെ നിൽക്കുന്നു. നോക്കൂ, ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മെ ഭരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരണമെങ്കിൽ നമ്മൾ നിലവിളിക്ക് മാത്രമല്ല, ആ മിസ്രയീമ്യ അടിമത്തരത്തിൽ നിന്നും ചെങ്കടൽ കടന്ന് നാം മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് വരണം. അവിടെ ഭാഷ മാറും, സംസാരത്തിന് വ്യത്യാസമുണ്ടാകും, നിൻ്റെ ഉച്ചാരണത്തിലെല്ലാം വ്യത്യാസമുണ്ടാകും, നിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, നിൻ്റെ വിചാരങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. നിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ട് നിൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ളതായ ഒരു ചിന്ത നിനക്കുണ്ടാകും. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള യാത്ര ഇനിയും അത് മാത്രമേ നിൻ്റെ ജീവിതത്തിൽ മുന്നിലുള്ളൂ. തിരിച്ചു പോകുവാൻ സാധിക്കാതെ നീ വന്ന ദേശത്തെയും നിന്നെയും തമ്മിൽ വേർപിരിക്കുന്ന ഒരു ചെങ്കടലിനെ ദൈവം അവിടെ നിയമമാക്കി സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നാം അന്യഭാഷ സംസാരിക്കുന്ന ജാതികളുടെ ആ നാവ് നമ്മുടെ നാവിൽ ഇരിക്കുന്നിടം വരെയും, ആ ശബ്ദം ഇരിക്കുന്നിടം വരെയും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിപ്പാനും നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. നാം മിസ്രയീമിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് സ്വന്തം ജനമെന്നും അവൻ്റെ അവകാശികളെന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല, നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്? നമ്മെ ആ ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ദൈവം ആ ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പ്രത്യാശ തരുന്നു, വചനം തരുന്നു, അവൻ്റെ ആലോചനകൾ തരുന്നു, അവൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നു. അവൻ്റെ ശബ്ദത്തെയും അവൻ്റെ നടത്തിപ്പുകളെയും കേട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ശിഷ്യന്മാർ
അവർ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് അവർക്ക് പ്രത്യക്ഷനായപ്പോൾ തിരുവചനങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, അവരുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം അവരുടെ മേൽ ഊതി എന്ന് കാണും. അതിനുശേഷം കർത്താവ് പറയുകയാണ്, തിരുവചനങ്ങളെ, മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സ് തുറക്കുക, നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുക. നോക്കൂ, ബുദ്ധിയുള്ള ഒരാത്മാവ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു പരിജ്ഞാനമുള്ള ബുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ, വേറൊരു മനുഷ്യത്വത്തെ, വേറൊരു ജീവിതത്തിൻ്റെ ആരംഭമായി ആ സമയം അവരിൽ കുറിക്കപ്പെടുകയാണ്. ഇതുപോലെയാണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഇസ്രയേലിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്നവരായിരിക്കും. ആ നിലവിളിക്ക് എപ്പോഴും നിലവിളി തന്നെ. നമ്മുടെ ദാരിദ്ര്യം മാറുന്നില്ല, നമ്മുടെ ഊഴിയ വേലയ്ക്ക് ഒരു കുറവുമില്ല. നമ്മുടെ ആവശ്യങ്ങളുടെ കൂടുതലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും മിസ്രൈമിലെ നിയമങ്ങൾക്ക് നാം പോയി നമ്മുടെ കഴുത്തുകളെ അടിമ നുഖത്തിന് ചായച്ചു കൊടുക്കേണ്ട ഗതികേട് വരും. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ നിയമങ്ങൾ അവിടെ പാലിക്കപ്പെടുകയാണ്. അതിന് നമ്മൾ നിർബന്ധിതരാകും. എന്നാൽ വീട്ടിൽ ഒരു ദിവസം പോലും ഇരിക്കാനും കഴിയില്ല. കാരണം ഇരുന്നാൽ നമ്മുടെ വീട് പട്ടിണിയാകും. അതിനുവേണ്ടി പുതിയ പുതിയ നിയമങ്ങളാണെങ്കിലും എന്ത് കഷ്ടമാണെങ്കിലും അതിനായി നമ്മൾ ഇറങ്ങിപ്പോകുന്നു. അതിനായി നമ്മൾ സംസാരിക്കുന്നു, അവരുടെ ഭാഷ സംസാരിക്കുന്നു, അവരുടെ ഭാഷ മനസ്സിലാക്കിയെങ്കിലേ പറ്റിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇക്കരെ കൊണ്ടുവന്നപ്പോൾ, അവർ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ, ഇതാ അവർക്ക് പുതിയൊരു നാവ്, പുതിയൊരു ഭാഷ, പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ്, പുതിയൊരു നടത്തിപ്പ്, പുതിയൊരു ബലം, പുതിയൊരു ജ്ഞാനം, പുതിയൊരു ഉദ്ദേശം, അവരെങ്ങോട്ട് യാത്ര ചെയ്യുന്നുള്ളതായ ഒരു തികഞ്ഞ ഒരു അറിവ് അവർക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ യാത്രയിൽ അല്ലലുകളില്ല. അനേക പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിർബന്ധിതരായി. മറ്റൊരു വഴികളും അവരുടെ മുൻപിലില്ല. എങ്കിലും അവരിൽ ചിലർ അപ്പോഴും മിസ്രൈമ്യ ഭാഷ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ഭാഷ സംസാരിച്ചവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം അവിടെ ഉണ്ടായി. അവർ സംഹരിക്കപ്പെട്ടു, അവർ ഇല്ലാതെയായി. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ, ഒരു കൂട്ടം ജനത്തെ തനിക്ക് വാസം ചെയ്യുവാൻ, തന്നോട് സംസാരിക്കുവാൻ, തൻ്റെ ഭാഷ മനസ്സിലാകുന്ന അല്ലെങ്കിൽ തൻ്റെ സംഗീതങ്ങൾ മനസ്സിലാകുന്ന, തൻ്റെ ആരാധനയുടെ ചട്ടങ്ങളെ മനസ്സിലാക്കുന്നതായ ഒരു കൂട്ടത്തെ ദൈവം അവിടെയും വേർതിരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കഷ്ടതയിൽ നമ്മൾ നിലവിളിക്കുന്നു, യാചിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ ഇന്ന് നാം കേട്ട വചനത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ ഇപ്പോഴും മിസ്രൈമിൽ ഇരുന്നു കൊണ്ട് തന്നെയാണോ നിലവിളിക്കുന്നത്? നീ ഉപയോഗിക്കുന്ന ഭാഷ മിസ്രൈമ്യ ഭാഷയാണോ? എങ്കിൽ നിനക്ക് അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട്. നീ മിസ്രൈം വിടേണ്ടതായിട്ടുണ്ട്. ആ ഭാഷയെ നീ മറക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഭാഷ നിന്നിൽ കടന്നു വരുമ്പോൾ, അവൻ്റെ ആത്മാവ് നിന്നിൽ കടന്നു വരുമ്പോൾ, നിൻ്റെ ഹൃദയം പ്രകാശിക്കുന്നു, നിനക്കൊരു വ്യത്യാസമുണ്ടാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവരുടെ മേൽ ഊതി, ആത്മാവിനെ കൈക്കൊള്ളുവിൻ, തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുക എന്നവരോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നീ വേറൊരു ബുദ്ധിയുള്ളൊരു മനുഷ്യനാകുന്നു, വേറൊരു ജ്ഞാനമുള്ളവൻ, വേറൊരു ഭാഷയുള്ളവൻ, വേറൊരു സംസാരമുള്ളവൻ, വേറൊരു സ്വഭാവമുള്ളവൻ. നിൻ്റെ വ്യക്തിത്വങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു പുതിയ തലമുറ നിന്നിൽ കൂടെ ഉദിക്കുകയായി. അതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, അപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. ദൈവം ആധിപത്യമുള്ള മനുഷ്യൻ, ആധിപത്യം നടത്തുന്നതായ മനുഷ്യൻ, ആ സമൂഹം അവർ ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനവും അവൻ മാത്രം ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ, അവർക്ക് ഈ ഭൂമിയിൽ യാതൊന്നിനെ കൊണ്ടും ഭാരപ്പെടേണ്ടതില്ല. കഷ്ടങ്ങൾ വരും, വെള്ളമില്ലാതെ വരും, ആഹാരമില്ലാതെ വരും. പക്ഷെങ്കിൽ കിട്ടുന്ന വെള്ളത്തിന് കയ്പുള്ള മാറയായിരിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് ദൈവം അനേക പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. മിസ്രൈമിലായിരുന്നപ്പോൾ നമുക്ക് പരിഹാരമില്ലായിരുന്നു.
കണ്ണുനീർ തന്നെ കണ്ണുനീർ, കഷ്ടത തന്നെ കഷ്ടത. എന്നാൽ നാം മരുഭൂമിയുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് പരിഹാരമുണ്ട്. പ്രശ്നങ്ങളുമുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ട്. കണ്ണുനീരുണ്ട്, പക്ഷേ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്. നിലവിളികളുണ്ട്, പക്ഷേ നിലവിളിക്ക് ഒരു പ്രയോജനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അധ്വാനമുണ്ട്, എന്നാൽ അധ്വാനത്തിൽ നിന്ന് നമുക്കൊരു വരുമാനമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാം ദൈവം തരുന്നതായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവം പറയുന്നത് അനുസരിക്കുവാനും ദൈവത്തിൻ്റെ ഭാഷയുമായി നാം അടുത്തു വരണം. അന്യഭാഷയുള്ള ജാതികളുടെ നാവുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു കളയുമ്പോൾ ദൈവം തൻ്റെ ഭാഷ കൊണ്ട് തൻ്റെ നാവിനാൽ അല്ലെങ്കിൽ നമ്മുടെ നാവുകളെ ദൈവം തൊട്ട് അതിന്മേൽ ദൈവത്തിൻ്റെ ഭാഷ കുറിക്കും. ആ കുറിക്കുന്ന ഭാഷയിൽ കൂടെ നമുക്കൊരു കണ്ണുനീരുണ്ട്. നമ്മുടെ നിലവിളികൾ ദൈവം കേൾക്കുന്നു. നമുക്ക് ആവശ്യങ്ങളെയൊക്കെ ദൈവം അറിയുന്നു, തിരിച്ചറിയുന്നു. ഇത്ര വലിയൊരു ഭാഗ്യം ദൈവം തരുന്ന ആ അവസ്ഥയ്ക്ക് യോഗ്യരായി ജീവിപ്പാൻ ദൈവം നമുക്ക് ധാരാളമായി കൃപ തരുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നാം വായിച്ചതായ ഭാഗ്യം ഒന്നുകൂടെ ആ ഭാഗത്തേക്കൊന്ന് വരാം. ഇസ്രായേലും മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നതുവരെയും ആ ഗ്രഹത്തിന് ദൈവം വിശുദ്ധ മന്ദിരമായിരുന്നില്ല. എന്നാൽ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശുദ്ധ മന്ദിരമായി. ഇസ്രായേലിൽ ദൈവത്തിൻ്റെ ആധിപത്യമുള്ള ജനമായി തീർന്നു. ഗാഡ് ബ്ലെസ് യു.